ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി സ്വീറ്റ് ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോഴിക്കോടൻ സ്റ്റൈലിലുള്ള സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ പല ഭാഗത്തും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാനിതൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് എന്നത്തെയും പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ. അപ്പോൾ എല്ലാ കപ്പിൻ്റെ അളവിൽ ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചായി വെള്ളം എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മൈദയാണ്, പെട്ടെന്ന് തന്നെ ലൂസാവും. അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡത്തൊക്കെ ഇപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പൈസി ആയിട്ടുള്ള മസാല വെച്ചിട്ടാണ് നമ്മൾ അധികം ഉണ്ടാക്കൽ. ഇതൊരു കോഴിക്കോടൻ സ്റ്റൈൽ തന്നെയാണ്, നമ്മൾ ആ ഭാഗത്ത് അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് സോഫ്റ്റ് ഡോ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതെടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പളവിന് ഒരു കുഞ്ഞു ബോളാക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പിൻ്റെ അളവിന് നമുക്ക് 8 ബോളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ എടുക്കലില്ലേ, പക്ഷെ അത്രയും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു പൂരീൻ്റെ ഒരു സൈസിലാണ് നമുക്കിത് കിട്ടൽ. അപ്പോൾ അത്രയും ചെറുത് തന്നെ ഒരു 8 ബോൾ എടുക്കാം. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം കയ്യിൽ വെച്ചിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കുക. ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിവിടെ ഇതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഓരോന്നിനും ഓരോ ചപ്പാത്തി സൈസ് ആക്കണം, കറക്റ്റ് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കുകയെന്ന്. കാരണം ഓരോരു ചപ്പാത്തി ആക്കാന്ന് വെച്ചാൽ ചില ആൾക്കൊന്നും പറ്റില്ല. കാരണം എനിക്കും അധികം പറ്റാറില്ല കേട്ടോ. ഓരോന്നും കറക്റ്റ് ഇപ്പോൾ 8 എണ്ണം നമുക്ക് ഒരുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു സിമ്പിളായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് പരത്തി ഒരു ചെറിയ പൂരിൻ്റെ സൈസിലാക്കിയെന്ന് ആദ്യം. പിന്നെ അതിൻ്റെ പുറത്തേക്ക് നന്നായി എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ടൊന്ന് തടവി കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറത്തേക്കൊന്ന് പൊടി വിതറി കൊടുക്കുക, നന്നായി വിതറി കൊടുക്കുക, അതിൻ്റെ ഫുള്ളായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ. ഇനി അടുത്തത് ഇതേപോലെ ഏകദേശം ഒരു പൂരിൻ്റെ സൈസിലാക്കിയെടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ 8 എണ്ണം നമുക്ക് ഒന്നിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പറ്റിപ്പോകാണ്ട് നോക്കണം. അപ്പോൾ അതിനാന്ന് പറയുന്നത് ഓരോ ലെയറിൻ്റെ ഇടയിലും നന്നായി ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൊടിയും വിതറി കൊടുക്കുക, മൈദപ്പൊടി. അപ്പോൾ ഇതെങ്ങനെ ഓരോന്നായി അട്ടിക്ക് വെക്കുകയെന്ന്. അപ്പോൾ ഇതാ എല്ലാ ബോളും നമ്മളിതിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അടിയിലൊന്ന് പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മുകളിലും. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓരോരു ചപ്പാത്തിയാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പെർഫെക്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാനത്ര പെർഫെക്റ്റ് അല്ല 8 എണ്ണമൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു സിമ്പിളായൊരു മെത്തേഡും കൂടിയാണ്, ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാര്യമായിട്ട് എണ്ണ തടവണം. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം ഇനി ഇതിനെ തിന്നാക്കാൻ പറ്റും അത്രത്തോളം തിന്നായി പരത്തിയെടുക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ പരന്ന് വരും നമ്മൾ ഓരോരോ ഭാഗം പരത്തുന്നതോടെ. പിന്നെ ഇത് മൂടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതേത് മൂടിയെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിൻ്റെ മൂടിയാണ്. ആ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂടി വെച്ച് നോക്കുന്നത്. അപ്പോൾ ഇത് എൻ്റേത് കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് വെച്ച് നോക്കിയിട്ട് അത്ര കണക്കാക്കിയിട്ട് പരത്താണെങ്കിൽ മാവ് അധികം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരില്ല. പിന്നെ ഒരുപാട് അങ്ങനെ പുറത്തേക്ക് നിൽക്കുകയും ചെയ്യില്ല. അപ്പോൾ പാത്രത്തിന് കണക്കായി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതാ 10 ലോഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ഈ ഷീറ്റ് അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിടാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടാക്കുന്ന അത്രയൊന്നും ചൂട് വേണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ നമ്മൾ ഓരോ ഷീറ്റിൻ്റെയും ആ ഒരു വക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമുക്കിതെടുത്തിട്ട് ഈ ഷീറ്റൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതെടുക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ ഒരു ലെയറായിട്ട് നമുക്ക് ഈ 8 ഷീറ്റ് എടുക്കാൻ പറ്റും. വളരെ നേരിയ തോലാന്നിത്, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, നമ്മളെ കയ്യിലും ഇങ്ങനെ വെച്ചാൽ തന്നെ
കൈ ശരിക്ക് കാണാൻ പറ്റും, അത്രയും തിന്നാന്ന്. ഇടയ്ക്കൊന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഞാൻ വലിച്ചെടുത്തപ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെർഫെക്റ്റ് കോഴിക്കോടുകാരിയല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാ ഷീറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുപ്പിലൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് തേച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിയും മുന്തിരിയാണ്. അപ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതാ നെയ്യിൽ നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇനി ഇതാ നമുക്ക് വേണ്ടത് ഒരു 7 മുട്ടയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഒരു കപ്പ് മൈദേൻ്റെ അളവിന് 7 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 7 മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ 4 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് നിങ്ങളെ മധുരം പോലെ ഇരിക്കും. എന്തായാലും ചട്ടിപ്പത്തിരിക്ക് നല്ല മധുരം വേണം, അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായി, പിന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് 1/2 കപ്പിൻ്റെ അളവാണ്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണേ, ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞോട്ടെ, ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മുട്ടേൻ്റെ മിക്സ് നമുക്ക് ഇതാ തീയിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ, ലോസ്റ്റ് ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് കുറുകും. അതിൻ്റെ ഒരു കട്ടിയുള്ള ആ ഒരു യെല്ലോ കളർ മാറി ഒരു ചെറിയൊരു വൈറ്റ് കളർ വരും. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ഫ്ലെയിമിൽ മതി. കാരണം തീ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് പിരിഞ്ഞിട്ട് നമ്മുടെ മുട്ടപ്പണ്ടം പോലെ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ വേണം, കുറച്ച് വെള്ളം പോലെ ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. പിന്നെ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളിയും അണ്ടിയും മുന്തിരി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ നന്നായി ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഞാനിതിവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നെയ്യാണ് തടവി കൊടുക്കുന്നത്. അപ്പോൾ നെയ്യാണെങ്കിൽ നല്ലൊരു മണം കൂടിയായിരിക്കും. അപ്പോൾ പറ്റുകയാണെങ്കിൽ നെയ്യ് തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഷീറ്റ് ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം. ആ പാത്രത്തിൻ്റെ അടി നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലോണം ശരിയാക്കി കൊടുത്തിട്ട് ശരിക്ക് വെക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടേൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. പിന്നെ എല്ലാ ഭാഗത്തേക്ക് ശരിക്കൊന്നാക്കി കൊടുക്കാം, എല്ലായിടത്തും എത്തുന്ന പോലെ. പിന്നെ അതിൻ്റെ സൈഡിലേക്കെല്ലാം കുറച്ചാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഈ മുട്ടേൻ്റെ മിക്സ് നന്നായി ഒന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വക്കെല്ലാം ഒരുപോലെ ആയി കൊടുക്കുക. പിന്നെ ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഷീറ്റെല്ലാം തീരുന്നത് വരെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എത്രയാണോ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്ര ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നന്നായി മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനം എല്ലാ ഷീറ്റും കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലൊന്നാകുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ കൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പരത്തി ഷീറ്റാക്കി എടുക്കുമ്പം ചെറുതായിട്ടൊന്ന് കീറിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്തുള്ള അത് നല്ല പെർഫെക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനിതാ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് പാത്രം. ഒരു 2 മിനിറ്റ് ശേഷം നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കുത്തിട്ടെടുക്കുക. കാരണം ഇത് വെന്ത് കഴിഞ്ഞ് വരുമ്പം ഇതിൻ്റെ എന്താ പറയുക നടുഭാഗത്തായിട്ട് ഇങ്ങനെ പൊന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എയർ കയറിയിട്ട് പൊന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഡയറക്റ്റ് വെക്കുക നമ്മുടെ പാത്രം. അത് കഴിഞ്ഞ ശേഷം ഇതാ ഞാനൊരു പഴയ ഫ്രൈ പാൻ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മുകളിലൊക്കെ നന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് കുത്തിയാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പോലെ പെർഫെക്റ്റ് ആയിട്ട് വരില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നമ്മളെ കായ്ക്കുംസൊക്കെ നമ്മൾ നോക്കാറില്ല. അങ്ങനെ ഒരു 30 മിനിറ്റ് തന്നെ മാക്സിമമാണ്.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ പാത്രം ഇങ്ങനെ കുലുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിയിലെല്ലാം നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ കമിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു പാർട്ടാണ് തിരിച്ചിടൽ, കാരണം മുമ്പ് എനിക്ക് കമളി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നന്നായി വെന്ത് വിട്ട് വന്നുകൊണ്ട് നമുക്ക് പാത്രം വെച്ച് ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കണ്ടില്ലേ, നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ മാറ്റാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ ആ ചട്ടിപ്പത്തിരീൻ്റെ അടിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ അടിയിൽ വേറെ കാവ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇതാ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ചൊന്ന് നെയ്യ് തടവിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗവും ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ചട്ടിപ്പത്തിരി. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ മുറിച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത അതേ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളെ ചങ്ങായിമാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.